മലപ്പുറം ജില്ലാ ഭരണകൂടവും ജില്ലാ സാമൂഹ്യനീതി ഓഫീസും മലപ്പുറം ജില്ലാ ട്രോമ കെയറും സംയുക്ത ആഭിമുഖ്യത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കെയർ എന്നുള്ള പദ്ധതി. കോംപ്രഹെൻസീവ് ആക്ഷൻ പ്ലാൻ ഫോർ റെസ്ക്യൂ, റീഹാബിലിറ്റേഷൻ ആൻഡ് എംപവർമെന്റ് എന്നാണ് അതിന്റെ മുഴുവൻ പേര്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ജില്ലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ സമയബന്ധിതമായി നൽകുന്നതിനും വേണ്ടിയാണ് കഴിഞ്ഞ 2024 സെപ്റ്റംബർ 2-ാം തീയതി ഔപചാരികമായിട്ട് നമ്മൾ ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതുവരെയായി നിരവധി ആളുകൾക്ക് ഈ പദ്ധതിയുടെ സേവനം ലഭ്യമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിസ്വാർത്ഥമായി യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ വളരെ സജീവമായിട്ടാണ് നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ, ട്രോമ കെയറിന്റെ സന്നദ്ധ പ്രവർത്തകർ കെയർ പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്. അവരെല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടി ഒരു അവസരം ഉപയോഗിക്കുകയാണ്. ഒരുപാട് ആളുകളെ നമുക്ക് വീടുകളിൽ അടച്ച് കൂട്ടിയ നിലയിൽ കണ്ട മുതിർന്ന ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള ആളുകളെ മോചിപ്പിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ട് നമുക്ക് ഓർക്കാവുന്ന ഒരു സംഗതി കൂടിയാണ്. അപ്പൊ ഇന്ന് കെയർ പ്രോജക്റ്റിന്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ 24 മണിക്കൂറും സേവനം ലഭ്യമാകുന്ന ഒരു വോളണ്ടിയർ എയ്ഡ് പോസ്റ്റിന്റെ ഉദ്ഘാടനമാണ് ഔപചാരികമായിട്ട് നടത്തിയിട്ടുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുക. ഈ ഒരു ചർച്ച തുടങ്ങിയ സമയത്ത് തന്നെ വളരെ ആവേശപൂർവ്വം നമ്മളുമായി സഹകരിച്ചിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെയും അതേപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെയും എല്ലാ അധികൃതരെയും വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ അധികം സംസാരിക്കുന്നില്ല, എല്ലാവരും വൈകി പോകാനുള്ളതാണ്. മാഡം ഈ ഒരു മേഖലയിൽ വളരെ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ചും സാമൂഹ്യനീതി വകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായും മാഡം വളരെ താല്പര്യപൂർവ്വം സഹകരിക്കുന്നതാണ്. മാഡത്തെ ഈ ഒരു പരിപാടിയിലേക്ക് സാമൂഹ്യനീതി വകുപ്പിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ പേരിലും വളരെ ആദരപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടി ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നത് മലപ്പുറം ജില്ലാ കളക്ടർ ശ്രീ വിനോദ് IAS അവർകളാണ്. സാറിന് വളരെ തിരക്ക് പിടിച്ച ഒരു ഷെഡ്യൂളാണെന്ന് സാറിന് ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു സമയം നമുക്ക് വേണ്ടി നീക്കിവെക്കുകയും പരമാവധി നമ്മളോട് എല്ലാ തരത്തിലും മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ട് ഏത് സമയത്തും നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ആദരപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ഡോക്ടർ നന്ദഗോപൻ IPS അവർകളാണ്. അദ്ദേഹം ASP അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സാറിന്റെ ഒരു സാന്നിധ്യം എന്തുകൊണ്ടും നമ്മുടെ ഈ ഒരു പദ്ധതിക്ക് അതിന്റെ സജീവത, അതിന്റെ ക്രിയാത്മകത വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആളുകളുടെ റെസ്ക്യൂ ആയി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു വകുപ്പ് എന്നുള്ള രീതിയിലാണ് പോലീസ് വകുപ്പിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സാറിന്റെ സാന്നിധ്യം എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. സാറിനെ ഈ ഒരു പരിപാടിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ഉഷ മാഡം, വൈസ് പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജ് മഞ്ചേരി, മാഡത്തിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ മുഹമ്മദ് സർ, സാറിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള മഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ സുനിൽ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ട്രോമ കെയർ ജില്ലാ സെക്രട്ടറി ശ്രീ പ്രദീപ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ട്രോമ കെയറിനെ സംബന്ധിച്ച് എനിക്ക് അത്ഭുതമാണ് എപ്പോഴും. കാരണം ഇത്രയും ആളുകൾ നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും വളരെ സന്നദ്ധരായി യാതൊരു തരത്തിലുള്ള എതിർപ്പോ ഒന്നും കാണിക്കാതെ തന്നെയാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നത്. എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്. ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത്
കെയറിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ അബൂബക്കർ KC ആണ്. അദ്ദേഹത്തിനെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നേരത്തെ മുതൽ വളരെ നേരത്തെ മുതൽ ഇവിടെ എത്തിച്ചേരുകയും എല്ലാ തയ്യാറെടുപ്പുകളും നടത്താൻ വേണ്ടി വളരെ സജീവമായിട്ട് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ട്രോമാ കെയറിന്റെ എല്ലാ വോളണ്ടിയർമാരെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ഈ പരിപാടിയുടെ അധ്യക്ഷത ഏറ്റെടുക്കുന്നതിന് വേണ്ടി യോഗത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായ ശ്രീ PR വിനോദ് IAS ഇവിടെ അധ്യക്ഷത വഹിക്കാൻ സാധിച്ചു. അന്ന് ഈ പറഞ്ഞ നമുക്ക് ആശയങ്ങൾ ഉണ്ടാകും, പ്രവൃത്തി ഉണ്ടാകും. പക്ഷേ ആശയത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് എത്തുമ്പോഴാണ് മാറ്റങ്ങൾ വരുന്നത്. അന്നത്തെ ആ റിവ്യൂവിൽ എനിക്ക് മനസ്സിലായത് ആ ആശയം നല്ല രീതിയിൽ തന്നെ പ്രവൃത്തിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ കെയർ എന്ന രീതിയിൽ നമ്മുടെ സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു വർക്ക് ഫോഴ്സായി മാറിയത് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്, അഭിനന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ആ കെയറിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമ്മൾ മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് തുടങ്ങുകയാണ്. ഓൾറെഡി ഇവിടെ ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ട്രോമാ കെയറും കൂടെ സഹകരിച്ചിട്ടുള്ള എയ്ഡ് പോസ്റ്റ്. പക്ഷെ കോവിഡ് മറ്റു കാരണങ്ങളും കാരണം അതിൽ ഒരു മാറ്റം വന്ന സ്ഥിതിക്ക് അതൊന്നേന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സേവന സന്നദ്ധത കുറെ മാസങ്ങളുമായിട്ട് ഞാനും അറിയുന്നതാണ്. പ്രിയപ്പെട്ട അധ്യക്ഷ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത് വളരെയധികം സന്തോഷം. സമൂഹത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരുപാട് പേരെ സഹായിക്കാൻ വേണ്ടി വളരെ കാലമായി ട്രോമാ കെയർ പ്രവർത്തിച്ചു വരുന്നു. അതിൽ കെയർ പദ്ധതി സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്ന് ആരംഭിച്ചതിന് ശേഷം ഒരുപാട് പേരെ റെസ്ക്യൂ ചെയ്യാൻ, അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് അഭിമാനം ഉയർത്തിക്കാണിക്കാനും പറയുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു എയ്ഡ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു സംവിധാനമാണെങ്കിൽ കൂടി അതിൽ കൂടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ വളരെ വലുതാണ്. വളരെ വിഷമതകളോടെയാണ് പലരും ഇവിടെ എത്തിച്ചേരുക. ആശുപത്രിയിൽ എത്തുമ്പോൾ ഒരു സന്തോഷകരമായ അവസ്ഥയായിരിക്കില്ല. ഒരുപാട് ആകുലതകളും വിഷമങ്ങളും പലർക്കും ബുദ്ധിമുട്ടുകളുണ്ടാകും. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സ്വമനസ്സോടെയാണ് വന്നിരിക്കുന്നത്. യാതൊരു പ്രതിഫലനം ചെയ്യാൻ. ചിലർക്ക് ഒരു പക്ഷേ ബൈസ്റ്റാൻഡേഴ്സിന്റെ ആവശ്യമുണ്ടാകും, ചിലർക്ക് ചിലപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രശ്നം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, പല ബുദ്ധിമുട്ടുകളും നേരിടുന്നവരായിട്ടുണ്ട്. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഏറ്റവും മാറ്റങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, അവരെ സഹായിക്കാൻ സാധിക്കും. അപ്പോൾ പോലീസിന്റെ ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും പോലീസ് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വന്നു. പക്ഷേ എല്ലാത്തിലേക്കും അവർക്ക് എത്തിച്ചേരുക, പോലീസിന് പോയി ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുക, റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരിക, ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പൊ സാമൂഹ്യനീതി വകുപ്പിനെ സംബന്ധിച്ചും വളരെയധികം ജീവനക്കാരില്ലാത്ത ഒരു വകുപ്പ് ആയതുകൊണ്ട് തന്നെ ഓരോ മേഖലയിലും എത്തിച്ച് ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാരുണ്ട് എന്നുള്ള പരാതികളും ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അവിടെ ചെന്ന് റെസ്ക്യൂ ചെയ്യുന്നതിന് വകുപ്പിന് പൂർണ്ണമായിട്ട് സാധിക്കാതെ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ട്രോമാ കെയർ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ പ്രവർത്തകരുടെ വലിയ ജില്ലയിലൊരു വലിയ സാന്നിധ്യമുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഇതിൽ സഹായിക്കാൻ സാധിക്കും. അത് അവരെല്ലാവരും തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്നവരാണ്. വെറുതെ ഒരു പേരിന് വേണ്ടിയോ പ്രശസ്തിക്കോ വേണ്ടി നിൽക്കുന്നവരല്ല. ചാരിറ്റി എന്ന് പറയുന്നത് വെറുതെ കാണിക്കുന്നവരല്ല. യഥാർത്ഥത്തിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്നവരുള്ളത് കൊണ്ട് തന്നെ എന്ത് റിസ്ക് പിടിച്ച കഴിയണം. പല മേഖലകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ദുരന്തങ്ങൾ വരുമ്പോഴൊക്കെ ട്രോമാ കെയർ, നമ്മുടെ അടുത്ത കാലത്തുണ്ടായ ഫ്ലഡിൽ പോലും NDRF പോലെയുള്ളവർ പോലും മാറി നിന്ന അവസരങ്ങളിൽ നിങ്ങൾ പലരും മുമ്പോട്ട് വന്നത് ഞാൻ വ്യക്തമായി നേരിട്ട് കാണുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരുപാട് പേരുടെ രക്ഷിക്കാനും റെസ്ക്യൂ ചെയ്യാനും പല മേഖലകളിൽ സാധിച്ചു. അപ്പോൾ ഇവിടെ മുമ്പ് എന്തോ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയ എയ്ഡ് പോസ്റ്റ് ആണെങ്കിൽ കൂടി വീണ്ടും ഇത് സ്ഥാപിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ഒരുപാട് പേരെ സഹായിക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ജോലി ഏൽപ്പിക്കുന്നതോടുകൂടി പോലീസിനോടൊപ്പം പ്രവർത്തിക്കുന്നതോടുകൂടി ആ ഇന്റഗ്രിറ്റിയോടുകൂടി തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾ ഏർപ്പിച്ചു തന്നിരിക്കുന്ന ജോലിയുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ഭാഗത്ത് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും വീഴ്ച വരുത്തിയ ആകെ സംവിധാനത്തിന് തെറ്റായിട്ട് ആൾക്കാർ ചിത്രീകരിച്ചേക്കാം എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുക. അങ്ങനെ നമുക്കൊരു ചുമതല ഏൽപ്പിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഉത്തരവാദിത്വം കൂടി. അപ്പൊ ഇക്കാര്യത്തിലേക്ക് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു ചർച്ച നടത്തുകയും പോലീസിന്റെ ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങളാണ് റെസ്പോൺസ് തന്നത്. തീർച്ചയായിട്ടും വോളണ്ടിയേഴ്സ് വരുന്നത് ഹെൽപ്ഫുൾ ആണ്. 24 മണിക്കൂറും ആൾക്കാരുണ്ടാവും. ഏത് സമയത്ത് ഇവിടെ എത്തിപ്പെടുന്നതാണ്. ഒരുപക്ഷെ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ബന്ധുക്കളില്ലാത്തവരുണ്ടാവും, സാമ്പത്തികമായ പരാധീനതയുള്ളവരുണ്ടാവും, ഭിന്നശേഷിക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആരെയും സഹായിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സംവിധാനം. അപ്പൊ
ഗവൺമെന്റ് എങ്ങനെയാണ് ഫലവത്താവുന്നത്? ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഫലവത്താവുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും ബേസിക്കായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മേഖലകളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോഴാണ് ഏതൊരു ഗവൺമെന്റും എഫക്റ്റീവ് ആകുന്നത്. അതിലൂടെ ആ എഫക്റ്റീവ്നെസ്സിന് നിങ്ങളും കൂടെ നിന്നതെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ട്രോമ കെയർ വോളണ്ടിയേഴ്സിന്റെ എല്ലാ പ്രവർത്തകരെയും അതിന്റെ ഭാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇനി നമുക്ക് ഇടപെട്ട് പ്രവർത്തിക്കേണ്ട പല മേഖലകളുമുണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ ഒരുപാട് പുരോഗതിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ച, ആലോചിച്ച, പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിച്ചെങ്കിലും ഇനിയും നമ്മൾ ഇടപെട്ട് പ്രവർത്തിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട്. അതിലൂടെ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഒരിക്കൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ. അടുത്തതായി യോഗത്തിന്റെ മുഖ്യാതിഥി ഡോക്ടർ നന്ദഗോപൻ IPS രണ്ടു വാക്ക് സംസാരിക്കാൻ ശ്രമിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ വിനോദ് സർ, അസിസ്റ്റന്റ് കളക്ടർ PM ആര്യ, മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ശ്രീ ഉഷ മാഡം, സ്വാഗതം ആശംസിച്ച ശ്രീ ഷീബ മുക്താസ്, കെയർ ഡയറക്ടർ ജില്ലാ സെക്രട്ടറി CKB പ്രതീഷ്, മഞ്ചേരി CA ശ്രീ സുനിൽ സർ, മെഡിക്കൽ കോളേജ് ഇൻചാർജ് ശ്രീ മുഹമ്മദ് കുട്ടി, ബാക്കി വേദി സദസ്സുള്ള ബഹുമാന്യർ. ആദ്യമായി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വളരെ കുറച്ച് കാലങ്ങൾ മലപ്പുറത്ത് വന്നിട്ട് ഒരു മാസത്തിൽ താഴെ ആയുള്ളൂ. ഞാൻ വരുന്നത് ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ പഠിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ഞാനൊരു ഡോക്ടറാണ്. അപ്പോൾ അവിടെ ഇതുപോലൊരു സംവിധാനമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് സത്യത്തിൽ നിങ്ങൾ ആരാണെന്നും എന്താണെന്നൊന്നും അറിയില്ല സത്യത്തിൽ ഒരു 2 ദിവസം മുമ്പ് വരെ. പക്ഷെ ജില്ലയിൽ എവിടെ നോക്കിയാലും ഒരു നീല ടീഷർട്ടുകാരിയെ ഞാൻ കാണാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടപ്പടിയിൽ ഫുട്ബോളിന്റെ മത്സരം കാണാൻ പോയപ്പോൾ അവിടെയും കണ്ടു നീല ടീഷർട്ടുകാരി. ഇതുപോലെ വേറെ ഒരു വഴിയിൽ ഞാൻ എന്തോ പോകുമ്പോൾ ഒരാൾക്കൂട്ടം അവിടെ ഒരു ആക്സിഡന്റ് എന്തോ നടന്നത് അവിടെയും കണ്ടു നീല ടീഷർട്ടുകാരി. പക്ഷെ ഞാൻ അതേപറ്റി കൂടുതലൊന്നും ആലോചിച്ച് ഞാൻ ഏതോ ഒരു സംഘടന എന്ന് വിചാരിച്ചുള്ളൂ. കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഇങ്ങനെ ആരോടോ സംസാരിച്ചപ്പോഴും ഒക്കെയാണ് നിങ്ങളിങ്ങനെ ഒരു വോളണ്ടിയേഴ്സ് ആണെന്നും നിങ്ങൾ ഇത് ഇത്രമാത്രം കഷ്ടപ്പെട്ടും ഇത്രമാത്രം നിങ്ങളുടെ സ്വന്തം സമയം ഇതിനുവേണ്ടി ചെലവഴിച്ചും ഇത്രയും നല്ലൊരു കാര്യത്തിന് വേണ്ടി ഞങ്ങളെ പ്രത്യേകിച്ച് പോലീസിനെ സഹായിക്കുന്നവരാണെന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞത്. ആദ്യമേ നിങ്ങളെ പറ്റി അറിയാഞ്ഞത് ക്ഷമ ചോദിക്കുന്നു. കാരണം എനിക്ക് അത്രയും ഞാൻ വരുന്ന സ്ഥലത്ത് നിങ്ങൾ ഇല്ലായിരുന്നത് കൊണ്ടാണ് അറിയാത്തത്. ഏതായാലും ഇപ്പൊ എനിക്ക് അറിയാൻ കഴിഞ്ഞു. നിങ്ങൾ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പ്രളയത്തിന്റെ സമയത്തായിക്കോട്ടെ ഏത് അപകടത്തിന്റെ സമയത്തായാലും നിങ്ങൾ ഓടിയെത്തുന്നവരാണെന്നും 1,00,000-ൽ പരം ആൾക്കാർക്ക് നിങ്ങളുടെയൊക്കെ എഫേർട്സിനോട് ട്രെയിനിങ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന മഹത്തായ ഈ സേവനങ്ങൾക്ക് ആദ്യമേ നിങ്ങൾക്ക് തന്നെ ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ഷീബ മാഡം ഇവിടുന്ന് പ്രൊമോഷനായി പോവുകയാണ്. അപ്പൊ എന്റെ ഒരു വലിയ അഭ്യർത്ഥന, ഇത് സത്യത്തിൽ കേരളം മുഴുവനും കൊണ്ടുവരേണ്ട ഒരു പ്രോജക്റ്റാണ്. ഇത് ഈ ജില്ലയിൽ മാത്രം നിങ്ങളുടേതല്ല. എന്നെ പഠിപ്പിച്ച മാഡം ആയിരുന്നു ഉഷ മാഡം. മാഡം എന്റെ പ്രൊഫസറായിരുന്നു. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനൊരു സംവിധാനം എന്റെ അറിവിലില്ല. അവിടുത്തെ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ഒരു കാഷ്വാലിറ്റിയാണ്. അവിടെ ഇഷ്ടം പോലെ പേര് ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാതെ തറയിലൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്. മാഡത്തിന് അറിയാം. നിങ്ങളെ പോലുള്ളവർ അവിടെ ഇല്ലാത്തതാണ് അവിടുത്തെ നിർഭാഗ്യം. അപ്പോൾ ശിവ മാഡം തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് പോയിട്ട് ഈ ഒരു പ്രോജക്റ്റ് സംസ്ഥാനം ഒട്ടാകെ അവതരിപ്പിക്കാൻ ശ്രമിക്കണം. ഞങ്ങളുടെ രീതിയിൽ അതിനുള്ള പ്രപ്പോസൽ എടുത്ത് കൊടുക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും. ബാക്കി അധികം ഞാൻ വലിച്ചിട്ടില്ല. ഞാനിവിടെ ഒരു 6 മാസമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഉള്ള സമയം മൊത്തം വ്യക്തിപരമായി ഞാൻ എൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഏത് സമയത്തും വാഗ്ദാനം ചെയ്യുന്നു പറഞ്ഞ മാത്രം. ശില്പ മേഡത്തിന് കരുതിയിട്ടുണ്ട്. അപ്പോ അത് കൊടുക്കാനായി പ്രതീഷിനെ ക്ഷണിക്കുന്നു. പ്രതീഷിനെയും കളക്ടർ സാറിനെയും ക്ഷണിക്കുന്നു.
സർ, അസിസ്റ്റന്റ് കളക്ടർ ആര്യ മാഡം, ASP ഡോക്ടർ നന്ദഗോപൻ സർ, വേദിയിൽ സദസ്സിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, വയോജനങ്ങൾക്കും ഒറ്റപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി സാമൂഹിക നീതി വകുപ്പ് ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ് കെയർ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത്രമാത്രം അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത്. പ്രിൻസിപ്പൽ സാർ ഇല്ല, അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ ഇടവന്നതാണ്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ശരിക്കും നിങ്ങൾ ഈ ട്രോമ കെയർ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഘടന ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ അബൂബക്കർ സാർ എന്നോട് പറഞ്ഞത് ഒരു 60 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാള് വേണമെന്ന് മാത്രമാണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ ബാക്കി കുറെ പേര് പുറത്ത് നിൽക്കുന്നു. എനിക്കത് സങ്കടമായി പോയി. ബിക്കോസ് നമുക്ക് വേറെ നല്ല ഹാൾ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് 50 പേർ 60 പേര് ഇരിക്കും, ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ടത്. കുറച്ച് പേര് പുറത്ത് നിൽക്കുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അവരും കൂടെ ഇതിനകത്ത് സംബന്ധിക്കേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ ഇത്രയും വലിയൊരു വിഭാഗം, ഇത്രയും വോളണ്ടിയേഴ്സ് നമ്മളുടെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഇത്രയും നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ തൃശ്ശൂർക്കാരിയാണ്, അപ്പൊ അതുകൊണ്ട് എനിക്കിത് അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെ ഒരു ആക്സ് എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, അതാണ് അവിടെ നടക്കുന്നത്. അവിടെ അത് ആക്സിഡന്റ് കേസസ് മാത്രം നോക്കുന്ന ഒരു വോളണ്ടിയർ സംഘടനയുണ്ട് തൃശ്ശൂര്. അപ്പോ ഇങ്ങനെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റിനൊപ്പം നിങ്ങളുടെ വോളണ്ടിയേഴ്സിന്റെ ഒരു ഒപ്പം ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നോ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് വരുന്ന രോഗികൾക്കും പെട്ടെന്നൊരു ആക്സിഡന്റ് പറ്റി ആർക്ക് വേണമെങ്കിൽ ഇതൊക്കെ വരാം. വരുമ്പോ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. വരുമ്പോ ആരെങ്കിലും ഒരു കൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും വളരെ ഒരു അനുഗ്രഹമായ കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഈ എടുക്കുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും. ഇത് നടപ്പിലാക്കാൻ പരിശ്രമിച്ച സാമൂഹിക നീതി വകുപ്പിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. സൂപ്രണ്ടിന്റെ ചാർജ് വഹിക്കുന്ന ഡോക്ടറാണ്. കാരണം ലീവായതുകൊണ്ട് ഒരാഴ്ചയായിട്ട് ഞാൻ ചാർജ് ഈ സാമൂഹിക നീതി വകുപ്പിന്റെ പല പ്രവർത്തനങ്ങളും ഞാൻ ആദ്യമായി സഹായിക്കുകയാണ്. പല പരിപാടികളും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നതും അതുപോലെയുള്ള പാവപ്പെട്ടവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവരുടെ പ്രവർത്തനമുണ്ട്. അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ സഹപ്രവർത്തകരെ, ഇവിടെ ട്രോമാ കെയറിനെ സംബന്ധിച്ച് ഈ ഒരു സംഘടനയുടെ ജനനം മുതൽ കൂടെ നടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. പ്രതീക്ഷ പല ഘട്ടങ്ങളിലും പല കാര്യങ്ങൾക്കും ഞങ്ങൾ തമ്മിൽ ധാരാളം തവണ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ട് ഇവിടെ ഇരിക്കുന്ന കുറെ ആളുകൾ എന്റെ സഹപ്രവർത്തകരാണ്. ഞാൻ നിങ്ങളെ ബോധപൂർവമാണ് സഹപ്രവർത്തകരെ എന്ന് വിളിച്ചത്. കാരണം പല ഘട്ടങ്ങളിലും നിങ്ങൾ ഒപ്പം നിന്നൊന്നും മറക്കാൻ കഴിയില്ല. ഇവിടെ ഈ ഒരു എയ്ഡ് പോസ്റ്റ് ഇങ്ങനെ കെയറിന്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു ഗുണഭോക്താവ് എന്ന ഫസ്റ്റില് ഞാൻ തന്നെയാവും. കാരണം പലപ്പോഴും ഹോസ്പിറ്റലിൽ നിന്നുള്ള വിളികൾ വരുമ്പോൾ നമുക്ക് അവിടുന്ന് ആളെ പറഞ്ഞയക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു പോലീസുകാരനാണ്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ അപ്പുറത്തുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഇപ്പോ ഇന്നലെ തന്നെ നമുക്ക് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഒരു വനിതയെ കൊണ്ടുപോകേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഒരു വനിതയെ കൊണ്ടുപോകുമ്പോ പെട്ടെന്ന് ഒരു വനിതാ പോലീസിനെ അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കൂട്ടത്തിലുള്ള വനിതകൾ ധാരാളമുണ്ട് ഈ സംഘടനയിൽ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ അത്തരത്തില് അത് മാത്രമല്ല, പലപ്പോഴും കൂടെ നിൽക്കാനാവില്ലാത്ത ഇവിടെ ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്, പോലീസ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയും. അപ്പോ അത്തരം ഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് കുടുങ്ങി പോവാറുണ്ട്. നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റില് ഒരു പോലീസുകാരനുണ്ട്. നിങ്ങളും അവരുമായി ഒത്തൊരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കേണ്ട ആളുകളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരമോ അതിന്റെ ഒന്നും ആവശ്യമില്ല. പൊതുവെ ഇവിടെ ഡ്യൂട്ടിക്ക് പോസ്റ്റ് ചെയ്യുന്ന പോലീസുകാരെന്ന് പറഞ്ഞാൽ ക്യാമ്പിൽ നിന്ന് വരുന്നവരാണ്. ക്യാമ്പില് അവർക്ക് എക്സ്പീരിയൻസ് കുറവാണ്.
വർക്കിംഗ് എക്സ്പീരിയൻസ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും അവര് എന്തെങ്കിലും മോശമായി എന്തെങ്കിലും പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പരസ്പരം ഒരു വാക്ക് തർക്കത്തിലേക്ക് നിങ്ങൾ പരസ്പരം പോകരുത്. നിങ്ങൾ തമ്മിലൊരു ഈഗോ ക്ലാഷ് ഉണ്ടാവരുത്. അത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, ഞാൻ ഇവിടെ ഉണ്ടാവും. ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര്യമേട പറഞ്ഞ പോലെയാണ് നമ്മുടെ റൂട്ടീൻ പ്രവർത്തനങ്ങൾ ആധികാരികമായിട്ട് ആരംഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം തന്നെയായിരുന്നു. അതോടൊപ്പം നമുക്ക് ഏറ്റവും വലിയ ഒരു സങ്കടം എന്ന് പറഞ്ഞത് നമുക്ക് ഏതൊരു സമയത്തും കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് തന്ന ഡിപ്പാർട്ട്മെന്റാണ് സാമൂഹ്യനീതി വകുപ്പ്. സാമൂഹ്യനീതി വകുപ്പിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ജനങ്ങളെയും ഡിപ്പാർട്ട്മെന്റിനെയും കൃത്യമായി ബോധ്യപ്പെടുത്തിയ ഒരു ഓഫീസർ കൂടിയാണ് ഷീബ മാഡം. പോകുന്നു എന്ന് പറയുന്നതിൽ ഒരു ഭാഗത്ത് സന്തോഷമുണ്ടെങ്കിൽ പോലും മറ്റൊരു ഭാഗത്ത് സങ്കടമുണ്ട്. എന്തായാലും ഇപ്പൊ മാഡം നമ്മളെടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞത് നിർബന്ധമായിട്ടും നമ്മളിത് കേരളത്തിൽ മുഴുവൻ നമ്മളിത് നടപ്പിലാക്കും. മാഡം തിരുവനന്തപുരത്ത് ചാർജ് എടുത്ത ഉടനെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് മാഡം ഉറപ്പുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ വേദിയിലിരിക്കുന്ന ആളുകൾ തന്നെ ഇപ്പോ സാറ് കോട്ടയം ഡിസ്ട്രിക്ട്, മാഡം ആണെങ്കിൽ തിരുവനന്തപുരം, സാറും തിരുവനന്തപുരം. അപ്പൊ നമ്മളെ ഏകദേശം എല്ലാ ജില്ലയിലുള്ള ആളുകളും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാ ഭാഗത്തും നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കീഴിൽ തന്നെ പാലക്കാടും വയനാടും ട്രോമാ കെയർ നമ്മുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെയും വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്തായാലും ട്രോമാ കെയറിന് ഈ ഒരു അംഗീകാരം, അതായത് നമ്മളെ ഒരുപാട് വർഷം കാട്ടി ജനുവരി 6 വന്ന 20 വർഷം തികയുകയാണ്. ഒരു പക്ഷെ കേരളത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന വേറെ ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. 1,20,000 പേർക്ക് നമ്മൾ ഈ പരിശീലനം, ട്രോമാ കെയർ പരിശീലനം നൽകുകയും ചെയ്തു. അപ്പൊ ഈ സംഘടനയ്ക്ക് ഒരു ഗവൺമെന്റ് അംഗീകാരം എന്നുള്ള നിലയ്ക്ക് ജില്ലാ ഭരണകൂടത്തിന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും ഒരു അംഗീകാരം നമുക്ക് നേടിത്തന്ന ഷീബ മാഡത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. കൂടുതൽ നമുക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. അതിന് മാഡത്തിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാ ആളുകളുടെയും സേവനം നമുക്ക് ആവശ്യമാണ്, സഹായം ആവശ്യമാണ്. എന്തായാലും ഈ ചടങ്ങ് ഉണ്ടാക്കിയ എല്ലാ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. നമ്മുടെ ഈ കെയർ പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തതിലും നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്ന ബഹുമാനപ്പെട്ട